ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത്. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ AJ വ്ളോഗ്സ്. ഗ്രേവിക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. സവാള 3 സവാള കേട്ടോ, തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ ഇച്ചിരി പെരിഞ്ചീരകം, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ പോവുകയാണേ. സവാള ഇടുകയാണ് കേട്ടോ. അരിഞ്ഞു വെച്ചായിരുന്ന സവാള മൊത്തം ഇതിലേക്ക് ഇടുകയാണേ. അപ്പോൾ സവാള നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സവാള ജസ്റ്റ് ഒന്ന് ചൂടായി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് വഴന്നുണ്ട് കേട്ടോ. അതിട്ട് ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും പെരിഞ്ചീരകവും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണേ. ഇത് ഇനി നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ജോക്കുട്ടൻ ഇച്ചിരി ചെറി കഴിക്കാൻ വേണ്ടി ആഗ്രഹം. ജോക്കുട്ടൻ വാഷ് ചെയ്ത് ചെറിയായിട്ട് വന്നേക്കാം. അമ്മയ്ക്ക് ഒന്നും താടാ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഒരു ചെറി കഴിക്കാം കേട്ടോ. ഇതിൽ തക്കാളി ഇടാൻ സമയമായിട്ടോ. അത്യാവശ്യം ഇത് വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളി ഇടാം. ഇത് 2 തക്കാളി കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയും കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊടി ഇടാൻ പോവുകയാണേ. ഇത് കുറച്ച് സൈഡിട്ടാക്കിയിട്ട് നടുക്ക് ഇച്ചിരി സ്പേസ് ഉണ്ടാക്കിയേക്കാണ്ട് ഇവിടെ നമുക്ക് പൊടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമ്മൾ ഇച്ചിരി ഇടണ്ട് കേട്ടോ. തീ കുറച്ച് വെക്കണേ. പിന്നെ മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1 സ്പൂൺ. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് അടുക്ക് ജസ്റ്റ് ചൂടാക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് നടുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കുവാണേ. അപ്പോൾ ഇത് ഫുള്ള് എല്ലാം കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് പൊടിക്ക്. അപ്പോൾ അതിട്ട് നമ്മൾ 1 സ്പൂൺ തൈര് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് പൊള്ളിച്ചതിനുള്ള മസാലയൊക്കെ റെഡി ആയിട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ലെയർ ചെയ്ത് ഫോയിലൊന്ന് പൊതിയാം. ഫിഷ് ഫസ്റ്റ് ഒരു ചെറിയ ലെയർ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുക്കുവാണേ. ഇനി നമുക്ക് ഫിഷ് ഇതിൻ്റെ മുകളിലിട്ട് എടുത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേവിയും കൂടി ഇടണം കേട്ടോ. ഗ്രേവി നന്നായിട്ടിട്ട് പൊതിയാം. നമുക്കിതൊന്ന് ഫോയിലിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ ഫോയിലിൽ പൊതിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി പാനിൽ വെച്ച് ഒരു 2 to 3 മിനിറ്റ്സ് നമ്മൾ ചൂടാക്കും. അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചാണെങ്കിലും ചൂടാക്കാം കേട്ടോ. ഇതുപോലെ തന്നെ മറ്റേ ഫിഷും നമ്മൾ പൊതിഞ്ഞെടുക്കും. അപ്പോൾ നമുക്കിനി അപ്പം ചൂടാം. ഫിഷിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി അപ്പത്തിലേക്ക് കിടക്കാം. യെസ് ഗായ്സ്, ഇത് സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് ഓട്ടയൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ അപ്പവും ഫിഷ് പൊള്ളിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫിഷ് പൊള്ളിച്ചത്. അപ്പോൾ ഇവിടെ റെഡി. ജോക്കുട്ടാ റെഡിയാണോ? കഴിക്കാൻ റെഡിയാണോ? ഓക്കേ. ജോക്കുട്ടനാണോ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോണേ? നമുക്ക് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് ഇങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ കുറച്ച് ഗ്രേവിയും കൂടി എടുക്കട്ടെ. എങ്കിലാണ് എനിക്ക് ഇതിൻ്റെ ഗ്രേവിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഗ്രേവിയും ഇച്ചിരി ഫിഷും കൂടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. ബൈ ബൈ.